السلام عليكم ورحمة الله وبركاته. Wisdom Hadith Class 50. عن أنس رضي الله عنه أنه مر على صبيان فسلم عليهم وقال كان النبي صلى الله عليه وسلم يفعله. ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം. അന്നഹു മറ അലാ സുബിയാനിൻ, നിശ്ചയം അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കുട്ടികളുടെ അടുത്തുകൂടെ നടന്നുപോയി, കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. ഫസല്ലമ അലൈഹിം, എന്നിട്ട് അവരോട് സലാം പറഞ്ഞു, ആ കുട്ടികളുടെ മേൽ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. വഖാല, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയും ചെയ്തു, കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, അഥവാ കുട്ടികളുടെ അടുത്ത് ചെന്ന് അവരോട് സലാം പറയാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അനസ് റളിയല്ലാഹു തആല അൻഹു കുട്ടികളോട് ചെന്ന് സലാം പറഞ്ഞപ്പോ ഒരു പക്ഷേ കൂടെയുള്ളവർക്ക് ഒരു തോന്നൽ വന്നേക്കാം, എന്തിനാണ് ഈ ചെറിയ കുട്ടികളോടൊക്കെ പോയിട്ട് സലാം പറയുന്നത്. ആ തോന്നലുകൾക്ക് മറുപടി എന്നോണമാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം, ആ കുട്ടികളെ നമ്മൾ പരിഗണിക്കുന്നു എന്നവർക്ക് തോന്നും. അതിന്റെ പുറമെ ചെറിയ കുട്ടികളോട് അവരോട് സലാം പറയൽ ഇസ്ലാമിന്റെ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മര്യാദയാണ്. മുസ്ലിമായ മനുഷ്യനെ കാണുമ്പോൾ അവരോട് സലാം പറയണം. അത് ചെറിയ കുട്ടികളാണെങ്കിലും, ചെറിയ കുട്ടികളാകുമ്പോൾ അവരോട് സലാം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് കിബിറ്, അതുപോലെയുള്ള മാരകമായ ആത്മീയ രോഗങ്ങൾ, ആന്തരിക രോഗങ്ങൾ, അതൊക്കെയും ഇല്ലാതെയായി പോകും. ഞാനൊന്ന് ഈ കുട്ടിയോട് സലാം പറയാൻ മാത്രമെന്നൊന്നുമല്ല ഞാനുള്ളത്, ഞാനൊക്കെ ഈ കുട്ടിയോട് സലാം പറഞ്ഞാൽ അത് നമ്മുടെ ഇമേജിനെ ബാധിക്കും എന്ന തോന്നലുകളൊക്കെ മാറ്റിവെക്കാൻ കുട്ടികളോട് സലാം പറയുന്ന ശീലം നമുക്ക് ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് കുട്ടികളോട് സലാം പറയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവായി ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിലേക്ക് അത് പകർത്തി വെച്ചിട്ടുണ്ട്. ആകയാൽ നാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും സ്വീകരിച്ച ഈ ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതുണ്ട്. നമ്മൾ കുട്ടികളെ കാണുമ്പോഴും, കുട്ടികളായാലും വലിയവരായാലും കാണുമ്പോൾ സലാം പറയണം, സലാം വ്യാപിപ്പിക്കണം. കുട്ടികളാകുമ്പോൾ സലാം പറയൽ ഒഴിവാക്കരുത്. മുമ്പ് വിസ്ഡം ഹദീസ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്, കുടുംബത്തിൽ നമ്മുടെ ഭാര്യമാരോടും മക്കളോടും ഒക്കെ സലാം പറയണം, അതേപോലെ തന്നെ മറ്റു മുസ്ലിങ്ങളോട് സലാം പറയണം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഹദീസും നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. കുട്ടികളോടും നാം സലാം പറയണം. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അദബും ശൈലിയും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. കുട്ടികളെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ ഇസ്ലാമിന്റെ മുഖമുദ്രയായ മര്യാദയായ സലാം പറയലിനെ വ്യാപിപ്പിക്കാൻ, സലാം പറയൽ അനുവദിക്കപ്പെട്ടവരോട് മുഴുവൻ സലാം പറയാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.